ഭൂരിപക്ഷം എംഎൽഎമാരുടെ പിന്തുണ കെ.സി. വേണുഗോപാലിനാണ് ലഭിച്ചത്. എന്നിട്ടും ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം ഒരു തീരുമാനമുണ്ടാകും നിങ്ങളെ പോലെയുള്ള അവർക്ക് വേദനിപ്പിക്കുന്നുണ്ടോ? ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. എംഎൽഎമാരുടെ തീരുമാനത്തിന് വിരുദ്ധമായൊരു തീരുമാനം ഉണ്ടായി ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. പക്ഷേ ഞങ്ങൾ തീരുമാനത്തെ അംഗീകരിക്കുന്നു. കാരണം പാർട്ടി ഈസ് എബോവ് ആൾ, ഹൈക്കമാൻഡ് ഈസ് എബോവ് ആൾ, ഹൈക്കമാൻഡ് ഈസ് എ ഫൈനൽ വേർഡ്. ഞങ്ങളതിനെ അംഗീകരിക്കുന്നു. പക്ഷേ അത്തരം സംശയങ്ങൾ നിങ്ങൾക്കുള്ള പോലെ പലർക്കും ഉണ്ടാകാം. സമ്മിശ്ര പ്രതികരണമാണല്ലോ ഇപ്പോഴത്തെ തീരുമാനത്തിൽ. അത് ഞാൻ മെഷർ ചെയ്തിട്ടില്ല. പ്രവർത്തകർക്കിടയിലുള്ള അത് സ്വാഭാവികമാണ്, അത്ര ഉണ്ടാകാമല്ലോ, അത്ര സമ്മിശ്രമായ വികാരമുണ്ടാകാം. പക്ഷേ ഇതിനെല്ലാം പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ജനങ്ങൾ ഏറ്റെടുക്കുന്നത്, എങ്ങനെയാണ് ജനങ്ങളിലേക്ക് ഇതൊക്കെ എത്തിച്ചത്? ഒരു കാര്യം എത്തിക്കുക, ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയാൽ ആ പ്രോഡക്റ്റിൻ്റെ പുറമോടിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കണ്ടാണല്ലോ ആൾക്കാർ ബൈ ചെയ്യുന്നത്. ആ പ്രോഡക്റ്റിനകത്ത് വിഷമാണെങ്കിൽ ആ വിഷമാണെന്ന് പറയേണ്ടവർ അത് പറയണമായിരുന്നു. ആ സമയത്ത് ആ ഉത്തരവാദിത്തപ്പെട്ട പറയാത്തത് കൊണ്ടാകാൻ ജനങ്ങൾ ഇത് ഏറ്റെടുത്തത്. ജനങ്ങളിൽ കുറേയേറെ ആൾക്കാർ ആ ഒരു കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ട പൊതുബോധത്തിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. ചില ആൾക്കാർ മധുരമായി സംസാരിക്കും. ബൈബിളിൽ സങ്കീർത്തനത്തിൽ 55:21 ഒരു വാക്യമുണ്ട്. അതിൽ പറയുന്നത് അവന്റെ വാക്കുകൾ വെണ്ണ പോലെ മൃദുവായിരുന്നു, എന്നാൽ അവന്റെ ഹൃദയത്തിൽ വൈരം ഒളിപ്പിച്ചിരുന്നു. അവന്റെ വാക്കുകൾ എണ്ണ പോലെ സുതാര്യമായിരുന്നു, എന്നാൽ അവന്റെ വാക്കുകൾ അവന്റെ ഹൃദയത്തിൽ ഒളിപ്പിച്ച വാള് മുറിപ്പെടുത്തുന്നതായിരുന്നുവെന്ന് ബൈബിൾ സങ്കീർത്തനം 55:21 പറയുന്ന പോലെയാണ് പല സംഭവവികാസങ്ങളും. മുഖ്യമന്ത്രി തീരുമാനിച്ച ക്രൈറ്റീരിയ വ്യാജ നിർമ്മിതിയാണ്. മുഖ്യമന്ത്രിയെ തീരുമാനിച്ച ക്രൈറ്റീരിയ വ്യാജ നിർമ്മിതിയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരു ഫാൾസ് നറേറ്റീവ് കേരളത്തിന്റെ പൊതുമണ്ഡലത്തിൽ ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട്. ആ നറേറ്റീവ് ഇത് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആഹ്ലാദത്തോടു കൂടി കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രിയെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന അതേ സന്ദർഭത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനും കേരളത്തിന്റെ രാഷ്ട്രീയത്തിനും പൊതുവെയും ഭാവിയിൽ ദോഷം ചെയ്യാൻ പോകുന്ന ഇത്തരം നറേറ്റീവ്സിനെ, ഇത്തരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെടുന്ന പൊതുബോധത്തെ കണ്ടെത്തണം, അത് ഡിഫ്യൂസ് ചെയ്യണം. അതിൽ മുളയിൽ നുള്ളിയില്ലെങ്കിൽ കേരളത്തിന്റെ പൊതു രാഷ്ട്രീയം തന്നെ മലീമസമായി പോകും. മാത്രം ഹീനമായ ക്യാമ്പയിൻ നടന്നു. സമ്മർദ്ദം ആരാണ് ഉണ്ടാക്കിയത് എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ചില പാർട്ടികൾ തന്നെ പഞ്ചായത്ത് മെമ്പർ ആരായിരിക്കണം അത് ഞങ്ങളുടെ നേതാവ് തീരുമാനിക്കും. ബ്ലോക്ക് മെമ്പറോ നേതാവ്, MLA നേതാവ്, വകുപ്പോ നേതാവ്, മന്ത്രിയോ നേതാവ്, അങ്ങനെ പറയുന്ന പാർട്ടികൾ പോലും കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് പറയാൻ അവകാശമില്ലെന്ന് പറഞ്ഞ കാലമല്ലേ കേരളത്തിൽ? അത് ഏതെങ്കിലും കാലത്ത് ഗാലപ്പോളിലൂടെ സ്വന്തം നേതാവിനെ തീരുമാനിച്ച ഒരു കാലം കേരളത്തിലോ ഇന്ത്യയിലോ ഏതെങ്കിലും പൊളിറ്റിക്കൽ മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഞാൻ ആർക്കും എതിരെ വിലം ചൂണ്ടുന്നില്ല. ഈ പൊതുസമൂഹം കേൾക്കുന്ന വർത്തമാനത്തെ നമ്മൾ കാണാതെ പോകാൻ കഴിയും. BJP വലിയ പ്രചരണം നടത്തുന്നുണ്ട്. ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്ക് ഇതിൽ കൃത്യമായ ഇടപെടലുണ്ട്, വഴങ്ങിയെന്നാണ് അവർ പറയുന്നത്. അത് ആരോടും ഉന്നയിക്കുന്നവരാണ് തെളിയിക്കേണ്ടത്. They have responsibility to prove what they said. ഈ സാധാരണഗതിയിൽ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുമ്പോൾ ഘടകകക്ഷികൾ ഇങ്ങനെ പരസ്യമായി അഭിപ്രായ പ്രകടനം നടത്താറില്ല. അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ഹൈക്കമാൻഡിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? എനിക്കറിയില്ല. എന്ത് മാനദണ്ഡമാണ്, എന്ത് മാർഗമാണ്, അല്ലെങ്കിൽ ഏത് കാരണമാണ് ഈ തീരുമാനത്തെ സ്വാധീനിച്ചത് ഞങ്ങൾക്കറിയില്ല. പക്ഷെ ഞങ്ങൾ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യും. പക്ഷെ അദ്ദേഹത്തിനെ വ്യക്തിപരമായി ആക്ഷേപിച്ച് താറടിച്ച് രാഷ്ട്രീയപരമായി ഇല്ലാതാക്കാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് തീർച്ചയായിട്ടും. പക്ഷെ K.C. വേണുഗോപാൽ എന്താണെന്ന് അറിയാത്ത ആൾക്കാർ, കാരണം അദ്ദേഹം കുറച്ചു കാലമായി ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ പാർത്ഥസാരഥി എന്ന് പറഞ്ഞ K.C. വേണുഗോപാലായിരുന്നു. യുദ്ധം നയിച്ചു, പക്ഷെ യുദ്ധത്തിനെ പാർത്ഥസാരഥി ആണ് അതിനെ നയിച്ചത്. അതെല്ലാവർക്കും, കോൺഗ്രസിലെ ഇൻസൈഡേഴ്സിന് എല്ലാവരും അറിയാം, എല്ലാവർക്കും അറിയുന്ന യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് രാഷ്ട്രീയ പാരമ്പര്യം മുഴുവൻ റദ്ദ് ചെയ്തു, അദ്ദേഹത്തെ താറടിച്ച് പുറത്താക്കി. അതല്ലേ സ്ഥിതി? K.C. വേണുഗോപാലിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ കനൽ വഴികളെ വികൃതമായി ചിത്രീകരിച്ചു. അതൊന്നും പൊതുമണ്ഡലത്തിൽ എത്താൻ തടസ്സം സൃഷ്ടിച്ചിട്ട് വേണുഗോപാലിനെ അപനിർമ്മിതിയിലൂടെ ആക്ഷേപിക്കാൻ പരിശ്രമം നടന്നു. അത് പുതിയ ഗവൺമെന്റ് വരുമ്പോൾ ആ ഗവൺമെന്റ് ആദ്യം അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും പറയുന്ന അങ്ങേക്ക് ഇതിന്റെ പിന്നിൽ ആരാണ് എന്ന് എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? അത് എന്റെ കയ്യിൽ അന്വേഷണ ഏജൻസി ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അന്വേഷണ സംവിധാനമുള്ളവരല്ല അത് പറയേണ്ടത്. ഈ പടം നയിച്ചവനാണ് VD സതീശൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് പ്രചാരണം തുടക്കം മുതൽ ഉണ്ടായത്. അത്തരം പരാമർശങ്ങൾ ഞാൻ ഇവിടെ പ്രതികരിക്കുന്നില്ല. കേരളത്തിലെ കോൺഗ്രസിന് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിക്കഴിഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ അതിനെ അംഗീകരിക്കും. പക്ഷേ രാഷ്ട്രീയത്തിൽ അധാർമികമായി എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ പ്രതികരിക്കേണ്ടവർ യഥാസമയം പ്രതികരിച്ചിട്ടില്ലെങ്കിൽ, അതൊരു വിനാശത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ടെങ്കിൽ, അത് ഭാവി കേരള രാഷ്ട്രീയത്തെ മൊത്തത്തിൽ വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത്
ഞങ്ങളുടെ എല്ലാം ചുമതലയാണ്. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ KC വേണുഗോപാൽ മാത്രമല്ല അവഗണിച്ചത്, രമേശ് ചെന്നിത്തലയും സമാനമായി അനുഭവം നേരിട്ട ആളാണ്. അദ്ദേഹം ഇവിടെ നിന്ന് ഹരിപ്പാട്ടേക്ക് മടങ്ങിയിട്ടുണ്ട്. ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു നേതാവിനെ അവഗണിച്ചതിനെ കുറിച്ചല്ല നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ഞാൻ സംസാരിച്ചത് എന്താണ്, ഇവിടെ നിർമ്മിക്കപ്പെട്ട ഒരു കൃത്രിമമായ ബുദ്ധി അത് വ്യാപകമായി വിറ്റഴിച്ചു. അത് വാങ്ങാൻ ഇവിടെ കുറെ ആൾക്കാരുണ്ടായി. അതിലൂടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള നേതാക്കന്മാരെ അപകീർത്തിപ്പെടുത്തി ആക്ഷേപിച്ചു. ആ അധാർമിക പ്രവൃത്തിയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. അല്ലാതെ ഒരാൾ മുഖ്യമന്ത്രിയായി മറ്റാൾക്കാർ ആയില്ല എന്നുള്ള കേവലമായ വ്യക്തിയാധിഷ്ഠിതമായ താല്പര്യത്തെയല്ല ഞാനിവിടെ ചോദിച്ചത്. അത് KC വേണുഗോപാൽ തന്നെയല്ലേ ആദ്യം പുറത്തു വന്ന് ഇതിനെ സ്വാഗതം ചെയ്തത്. അപ്പൊ KC വേണുഗോപാലിനെതിരെയുള്ള ഈ പ്രചരണങ്ങൾ അന്വേഷിക്കണമെന്ന് രേഖാമൂലം തന്നെ ആവശ്യപ്പെടുമോ? വേണ്ട, ഞാൻ ഇപ്പൊ പരസ്യമായിട്ട് ആവശ്യപ്പെടുകയല്ലേ. രേഖാമൂലം ആവശ്യപ്പെടുന്നത് രേഖാമൂലം തന്നെ ആവശ്യപ്പെടും. മുഖ്യമന്ത്രി KC വിലക്കായിരുന്നാൽ മതി. അദ്ദേഹം സത്യത്തിൽ എന്താ സംഭവിച്ചറിയാമോ, KCക്കെതിരെ തുടക്കമായി നടക്കുന്ന ഈ പ്രവർത്തനങ്ങളെ വിലക്കണം, നേരിടണം എന്ന് പറയുമ്പോൾ അദ്ദേഹമാണ് അനുവദിക്കാത്തത്. അദ്ദേഹത്തെ പോലെ ഇത്രയും സംശുദ്ധമായ മനസ്സുള്ള, നിർമ്മലമായ മനസ്സുള്ള, സത്യസന്ധനായ, അഴിമതിരഹിതനായ ഒരു നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഇന്നില്ല എന്ന് ഹൃദയത്തിൽ കഴിച്ചൊക്കെ പറയാൻ കഴിയും. ഞങ്ങൾക്ക് ഈ നേതാക്കന്മാരെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അറിയാം. എല്ലാവരും ഞങ്ങൾക്കറിയാം. KC വേണുഗോപാൽ ആരാണ് ഞങ്ങൾക്ക് എല്ലാം അറിയാം. സൈക്കോ ഫാൻസി അല്ല, താരാരാധനയല്ല. ആരാണ് വേണുഗോപാൽ എന്ന് ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലപാടെടുക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ടേബിളിലെ ഫസ്റ്റ് കേസായി പരിഗണിച്ച് അന്വേഷണം പ്രഖ്യാപിക്കണം. അത്തരം ശാഠ്യങ്ങളൊന്നും എനിക്കില്ല. പക്ഷേ ഇത് അന്വേഷിക്കണം, കണ്ടെത്തണം.